വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പൂജ വന്നു കയറിയ പാടെ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ജിൻഡോ ചേട്ടന്റെ ജിമ്മ് തകർക്കപ്പെടുന്നു എന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു അത് ജിൻഡോ വിശ്വസിച്ചോ എന്ന. ഇല്ല ലാലേട്ട, ഒന്ന് പോയാലും 10 എണ്ണം ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ജിൻഡോ. പൂജ പിന്നീട് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ് ജിൻഡോ ചേട്ടാ, ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തമാശയായിട്ടാണെങ്കിലും ഇതിനെ ഞാൻ നോക്കി കാണുന്നത് ഒരു വൈൽഡ് കാർഡിന്റെ ഗെയിം ആയിട്ട് തന്നെയാണ്. സായി ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് തളർത്താൻ നോക്കിയ പോലൊരു ശ്രമം, അതിനെ ജിൻഡോ ഇവിടെ എടുത്തിട്ടതും കൗണ്ടർ ചെയ്തതൊക്കെ വേറെ ലെവലായിരുന്നു. അവിടെ ഉള്ളവരിൽ നിന്നും ഒരുപാട് കൈയടികൾ ജിൻഡോയ്ക്ക് വീണു ഈ ഒരു മാസ് ഡയലോഗിന്. പിന്നെ ജിൻഡോയ്ക്ക് ഈ വന്ന വൈൽഡ് കാർഡുകളെല്ലാം ഫസ്റ്റ് ക്ലാസ് കിടിലൻ അടിപൊളി കണ്ടസ്റ്റൻസ് തന്നെയാണ്. ലാലേട്ടൻ ഒരു റാങ്കിങ് ടാസ്ക് കൊടുത്തപ്പോ ജിൻഡോ മാത്രം 6 പേരില് 5 പേർക്കും 1ാം നമ്പറുമായിട്ട് വന്നു. ആകെ ഒരാൾക്ക് മാത്രമാണ് ജിൻഡോ 2ാം സ്ഥാനം കൊടുത്തത്. അവിടെ ഉള്ളവർ ആരും കോമ്പിറ്റന്റ് അല്ല, വൈൽഡ് കാർഡുകളെല്ലാം തനിക്കൊത്ത എതിരാളികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബ്രില്യൻ ഗെയിം ജിൻഡോ അവിടെ കളിച്ചു. ഇങ്ങനെ പറയുമ്പോൾ വൈൽഡ് കാർഡുകൾക്ക് സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കൂടും. അവര് പുറത്തുനിന്ന് ഭയങ്കര ബ്രില്യൻ ഗെയിം കളിച്ച് കണ്ടിട്ട് വന്ന അതേ ആള് തന്നെ ഇവരെ പൊക്കി പറയുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് കൂടി പല അബദ്ധങ്ങളും ഇവർ ചിലപ്പോൾ കാണിച്ചേക്കാം. അങ്ങനെ ഒരു റിവേഴ്സ് സൈക്കോളജിയാണ് ജിൻഡോ ഇവിടെ ഇറക്കിയത് ലാലേട്ടന് മുന്നിൽ വെച്ച്. എന്തായാലും അതൊരു അടിപൊളി ഒരു മൂവ് ആയിരുന്നു.